വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ചെന്ന പരാതിയിൽ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ തൃക്കണ്ണൻ എന്ന ഹാഫിസ് പിടിയിൽ. ഇതെനിക്ക് ജന്മനാ കിട്ടിയ കഴിവാണോന്ന് എനിക്കറിയത്തില്ല. 25 വയസ്സുകാരനായ തൃക്കണ്ണൻ എന്ന ഹാഫിസ് സജീവിന് വലിയ വിദ്യാഭ്യാസമില്ലെങ്കിലും അപ്പൊ മാനേഴ്സ് മാത്രമല്ല വിദ്യാഭ്യാസവും ഇല്ല. വീടിന് സമീപത്ത് തന്നെ മറ്റൊരു വീട് ഇയാൾ വാടകയ്ക്ക് എടുത്തിട്ടുണ്ട്. ഈ വാടകയ്ക്കെടുത്ത വീട്ടിലാണ് ഈ റീൽസിന്റെ എഡിറ്റിംഗും ഒപ്പം തന്നെ മറ്റു കലാപരിപാടികളൊക്കെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട കലാപരിപാടികൾ നടക്കുന്നത്. അങ്ങനെ ഇവിടെ എത്തിച്ചാണ് പല പെൺകുട്ടികളെയും പീഡിപ്പിച്ചിരുന്നത്. ഇതിലൊരു പെൺകുട്ടിയായിരുന്നു ഇപ്പോൾ പരാതിക്കാരി. സ്ത്രീകൾ വരുന്നു, ജപങ്ങൾ മുറയ്ക്ക് നടക്കുന്നു. ഇവർക്കെതിരെ നേരത്തെയും പരാതി ആലപ്പുഴ സൗത്ത് പോലീസിന് ലഭിച്ചിരുന്നു. ഈ സ്ത്രീകളെ, പെൺകുട്ടികളെ ഇതുമായി ബന്ധപ്പെട്ട് റീൽസുമായി ബന്ധപ്പെട്ട് സമീപിക്കുകയും ഒരുമിച്ച് കൊളാബ് ചെയ്ത് റീൽസ് ചെയ്യാം, അല്ലെങ്കിൽ ഒരുമിച്ച് തന്റെ അക്കൗണ്ടിൽ തന്നെ ചെയ്യാമെന്ന പേരിലാണ് ഇയാൾ ബന്ധം സ്ഥാപിക്കുക. ഒരു പെണ്ണ് മനസ്സ് വെച്ച ആർക്കും എവിടെ വേണമെങ്കിലും കടത്താം. ഇതുപോലെ നിരവധി പെൺകുട്ടികളെ ഇതേപോലെ റീൽസ് എടുക്കാമെന്ന് പറഞ്ഞ് ഇയാളെ വരുതിയിലാക്കിയതിനു ശേഷം ഇയാൾ ഇതേപോലെ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ട ശേഷം കുട്ടികളെ പറ്റിക്കുകയാണ് ചെയ്യുന്നത്. ആഴ്ച ഓരോ ലൈനാ അളി അവനെക്കാട്ട് സൗന്ദര്യം ഇല്ല എനിക്ക്. എന്നിട്ട് എനിക്ക് മാത്രം എന്താ വരുത്തി വളയാത്ത അളിയ ലുക്കിലല്ല, അതോ വർക്കിലാണ് കാര്യം. അധികാരി ഒരു നിയമ വിദ്യാർത്ഥി കൂടിയാണ്. ബെസ്റ്റ്. അടുത്തിടെ ഈ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർമാർ എന്ന് പറയുന്നവർ പ്രത്യേകിച്ച് യൂട്യൂബർമാരൊക്കെ ഇതുപോലെ പെൺകുട്ടികളെ, യുവതികളെ പീഡിപ്പിക്കുന്ന സംഭവങ്ങൾ പലപ്പോഴും കേൾക്കുന്നുണ്ട്. നിരവധി പരാതികൾ ഇവർക്കെതിരെ ഉയരുന്നുണ്ട്. നമ്മളെയാണല്ലോ മച്ചമ്പി. ഒന്നിലേറെ ആളുകളുമായി ഫാക്സിന് ബന്ധമുണ്ടായിരുന്നു എന്നുള്ളതാണ്. എന്നാൽ പല കേസുകളിലും ഇത്തരം സമാനമായ രീതിയിലുള്ള സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ അത് സെറ്റിൽ ചെയ്ത് പോവുകയാണ് ചെയ്തിട്ടുള്ളത് എന്നുള്ളതാണ്. ഫോറസ്റ്റ് കാമ്പിൾ പെണ്ണിന്റെ സമ്മതത്തോടുകൂടി ചെയ്യുന്ന ബലാത്സംഗത്തിന് റേപ്പ് എന്ന് പറയാൻ പറ്റുമോ? വിവാഹം കഴിക്കാമെന്ന് പല തവണ ഉറപ്പ് നൽകുന്നത് അടക്കമുള്ള തെളിവുകളാണ് പോലീസിന് ലഭ്യമായിട്ട്. നമുക്ക് എല്ലാവർക്കും ഒരു സൂപ്പർ പവർ ഉണ്ട്. എന്താണെന്നറിയാവോ? നോക്കി ഗർഭമുണ്ടാക്കുന്ന ജാതിയാ. സത്യം പറയണ്ടായിരുന്നു. എന്നാ സാറേ, ഒരു നല്ല ഡയലോഗ് പറയാൻ വന്നതാ, മറന്നുപോയി.